ലോകം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ നിക്കോരഗോയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. കത്തോലിക്ക സഭയ്ക്ക് നേരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിക്കോരഗോയിലെ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടഗോയുടെ ഏകാധിപത്യ ഭരണകൂടം. വിശുദ്ധ വാരത്തിലെ ശുശ്രൂഷകൾക്ക് ഇതിനോടകം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിക്കോരഗോ ഗവൺമെന്റ്. ഓശാന ഞായറാഴ്ചയിലെ കുരുത്തോല പ്രദക്ഷിണവും ദുഃഖവെള്ളിയാഴ്ച നടക്കേണ്ട കുരിശിന്റെ വഴിക്കും നിക്കാരാഗ്വൻ ഭരണകൂടം വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ദുഃഖവെള്ളിയിലെ കുരിശിന്റെ വഴിക്ക് പള്ളികൾക്കുള്ളിൽ നടത്താൻ മാത്രമാണ് അനുവാദമുള്ളത്. നിക്കാരാഗ്വയിൽ പരസ്യമായി ക്രൈസ്തവ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ്. വൈദികരും സന്യസ്തരും വിശ്വാസികളും സുരക്ഷിതരല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിക്കാരാഗ്വൻ പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗ കഴിഞ്ഞ വർഷവും സമാനമായ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. നിരവധി കത്തോലിക്ക മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും വിശുദ്ധ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനികളെ നിക്കാരാഗ്വയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഒർട്ടേഗയുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ 26 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബിഷപ്പ് റോളണ്ടോ അൽവാരസ് വത്തിക്കാന്റെ ഇടപെടലിലാണ് നിക്കാരാഗ്വയിൽ നിന്നും മോചിതനായത്. 2018 സാമൂഹിക സുരക്ഷാ സംവിധാനത്തിൽ മാറ്റം വരുത്തിയ ഒർട്ടേഗ ഗവൺമെന്റിനെതിരെ പ്രതിഷേധിച്ച 355 നിക്കാരാഗ്വൻ പൗരന്മാരുടെ ജീവനാണ് സൈനിക നടപടിയിൽ പൊലിഞ്ഞത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.